സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കുരുമുളകിൻ്റെ സൈഡിൽ നിന്നുണ്ട്, അതായത് കയറുന്നുണ്ട് മുറിച്ചെടുത്ത് തിപ്പലിയിൽ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് മുറിച്ചെടുത്ത കുരുമുളകിൻ്റെ ഇതാണ്. ഇതൊരു കരിമുണ്ടയുടെ കയറുന്നുണ്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു സൈഡിലെ ചെറിയ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം. ഒരു പകുതി വെച്ച് ഇതേ രീതിയിൽ മുറിച്ച് മാറ്റുക. അതിനുശേഷം നമ്മൾ അറ്റം നല്ലപോലെ കൂർമ്മിച്ചെടുക്കുക. രണ്ട് സൈഡും പരന്ന രീതിയിലേക്ക് കൂർമ്മിച്ചെടുത്ത് തിപ്പിലിയുടെ മണ്ടഭാഗം ലെവലായും കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഒരു ബ്ലേഡ് കൊണ്ട് നല്ലപോലെ കൂർത്തനെ ഈ കുരുമുളകിൻ്റെ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതുപോലെ ചെത്തി മിനുസ് നോക്കുക. അതിനുശേഷം നമ്മൾ ഈ തിപ്പലി നല്ലപോലെ നടുവേ ഒന്ന് കീറുക ചെറുതായിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കറ്റാർവാഴയുടെ നീര് അതിലേക്കൊന്ന് കുത്തിവെക്കുക. അതായത് ജെല്ല് അത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറ്റാർവാഴ എടുത്തിരിക്കുന്നത്. ജെല്ല് കൂടെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തിപ്പിലയിലേക്ക് ഇത് ലെവലെ കുത്തിയിറക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ടൈറ്റിൽ ഞെക്കി പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇൻസെഷൻ ടേപ്പ് എടുക്കുക. അതിനുശേഷം ഇൻസെഷൻ ടേപ്പ്, ഒരു വൈറ്റ് ഇൻസെഷൻ ടേപ്പോ ബട്ടിൻ ടേപ്പോ എല്ലാം എടുക്കുക. അത് ഇൻസെഷൻ ടേപ്പാണ്. നമുക്കത് പൊളിച്ചെടുക്കാനൊക്കെ ഏറ്റവും ഈസിയാണ്. അതിൻ്റെ അകത്ത് വായുവിലൊന്നും കയറാതെ നല്ലപോലെ ടൈറ്റിൽ ഇരിക്കുകയും ചെയ്യും. നല്ല വലിച്ചു മുറുക്കി ടൈറ്റ് ചെയ്ത് ഈർപ്പൊന്നും കയറാതെ. പക്ഷേ ഇതുപോലെ നല്ലപോലെ ടൈറ്റിൽ ഇൻസെക്ഷനിൽ പോയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഏകദേശമൊക്കെ നല്ലപോലെ റെഡിയാക്കുക. ഒരു കാരണവശാലും ഈർപ്പം വരെ. അത് ഇതിൻ്റെ മണ്ടയിലൊരു ഏകദേശം ഒരു വൈറ്റ് കവർ വെള്ളത്തിൽ മുക്കിന് ശേഷം കവർ ചെയ്ത് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല. അത് ഇത്തിലേലും കുഴപ്പമില്ല. നല്ലപോലെ ടൈറ്റ് ചെയ്ത് മുറുക്കുക. അതായത് ഈർപ്പൊന്നും കയറാനും പാടില്ല. നമ്മൾ ഈ വെള്ളം ചൂട്ടിലൊഴിക്കുമ്പോൾ അതിലേക്ക് വീഴാതെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഏകദേശം ഒരു 45 ഡേയ്സിനാവും ഇത് സെറ്റാവും. നമുക്കൊരു 45 ദിവസത്തിന് ശേഷം നമ്മളിത് വീഡിയോ കാണിക്കുന്നതായിരിക്കും. നമ്മൾ തിപ്പിലിയുടെ മണ്ടഭാഗം അടുത്തൊരു ബോട്ടിലേക്ക് കുത്തിവെക്കും, ഒരു കവറിലേക്ക്. അതിപ്പോൾ നമുക്ക് പിന്നെ ഒരു 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ തന്നെ അത് കയറി അതിൽ തന്നെ ബെഡ് ചെയ്ത് കയറ്റാനായിട്ട് സാധിക്കും. ഓക്കെ.